യൂണിവേഴ്സിനും അപ്പുറമുള്ള ആളാണ് ദൈവം, ഗോഡ്. അത് ശാസ്ത്രത്തിന് ഒതുങ്ങില്ല എന്ന കാര്യം ഉറപ്പാണ്. ശാസ്ത്രത്തിനാകട്ടെ യൂണിവേഴ്സിൻ്റെ ഉള്ളിലുള്ളത് തന്നെ പൂർണ്ണമായി ഡിഫൈൻ ചെയ്യാൻ ഇന്നും കഴിയുകയുമില്ല. ദൈവം, ഗോഡ്, ഒരിക്കലും യൂണിവേഴ്സിൻ്റെ ഉള്ളിലല്ല. യൂണിവേഴ്സ് എന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ യൂണിവേഴ്സിനും അപ്പുറമാണ് ആര്? ദൈവം. ശാസ്ത്രത്തിൻ്റെ മെഷർമെന്റിൽ ദൈവം ഒതുങ്ങില്ല. എന്തുകൊണ്ട്? എന്താ ശാസ്ത്രം? ചില ആളുകൾ പറയുന്നത് ശാസ്ത്രത്തിൻ്റെ ഗവേഷണത്തിൽ ദൈവത്തെ തെളിയിക്കണം എന്നാണ്. അതിനൊരു ചെറിയ ഉദാഹരണം ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയത്, ഈ ടെമ്പറേച്ചർ അളക്കാനുള്ള ഒരു സാധനം ഉണ്ടല്ലോ, നാവിൻ്റെ അടിയിൽ വെച്ച് ടെമ്പറേച്ചർ അളക്കും, പനി എത്ര ഉണ്ട്, അത് അളക്കാനുള്ള ഉപകരണമാണല്ലോ. അത് അരിച്ചാക്കിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് എത്ര കിലോ ഉണ്ട് എന്ന് തീരുമാനിക്കുക. എന്ന് പറയും പോലെയാണ്. സത്യത്തിൽ ഒരു മെഷർമെന്റും ഒരു മെഷറിംഗ് ഉപകരണവും ഉപയോഗിക്കാൻ പറ്റാത്ത ആളാണ് ദൈവം. എന്തുകൊണ്ട്? ദൈവം യൂണിവേഴ്സിന്റെ പരിധിയിൽ ഒതുങ്ങുന്ന ഒരാൾ അല്ല. അപ്പോൾ ശാസ്ത്രത്തിന് ഒരിക്കലും ദൈവം വഴങ്ങൂല. എന്താ ശാസ്ത്രം? ശാസ്ത്രം എന്നാൽ സ്റ്റഡി ഓഫ് നേച്ചർ ആൻഡ് നേച്ചുറൽ ഫിനോമിന എന്നാണ് ശാസ്ത്രത്തിന്റെ വ്യാഖ്യാനം. സ്റ്റഡി ഓൺ നേച്ചർ ആൻഡ് നേച്ചുറൽ ഫിനോമിന, പ്രകൃതിയെക്കുറിച്ചും പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെക്കുറിച്ചുമുള്ള ഗവേഷണ പഠനമാണ് എന്ത്? പ്രകൃതി. അതായത് യൂണിവേഴ്സിന്റെ പരിധിയിൽ ഒതുങ്ങുന്നതിനെക്കുറിച്ചും അതിലുള്ള പ്രതിഭാസങ്ങളെക്കുറിച്ചുമുള്ള സ്റ്റഡി ഓൺ നേച്ചർ ആൻഡ് നേച്ചുറൽ ഫിനോമിന. അതായത് പ്രകൃതിയെക്കുറിച്ചും പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ചുമുള്ള പഠനത്തിനാണ് സയൻസ് എന്ന് പറയുന്നത്. ഒരിക്കലും ദൈവം, ശാസ്ത്രത്തിന് ദൈവത്തെ മെഷർ ചെയ്യാൻ കഴിയൂല. ഒരിക്കലും കഴിയില്ല. അപ്പോൾ യുക്തിവാദത്തിന്റെ ദൈവമില്ല എന്ന് പറയുന്ന യുക്തിവാദത്തിന്റെ ആധാരം എന്താണ്? നമ്മുടെ യുക്തിക്കും അറിവിനും അപ്പുറം ഒന്നുമില്ല എന്ന വിശ്വാസത്തിൽ നിന്ന് മൗഢ്യമായ യുക്തിവാദം ആരംഭിക്കുന്നു. ഈ ലോകത്തെ മനുഷ്യരാശിയിലെ ഏറ്റവും വലിയ വിഡ്ഢികൾ, അവർക്ക് തെളിവ് കിട്ടിയില്ല എന്ന അടിസ്ഥാനത്തിൽ ദൈവമില്ല എന്ന് പ്രചരിപ്പിക്കുന്നവരാണ് ലോക ചരിത്രത്തിൽ ഇന്ന് ജീവിക്കുന്ന ഏറ്റവും വലിയ വിഡ്ഢികൾ.